രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ് വന്നത്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മക്കൾക്ക് സ്കൂളിലേക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ മിഠായി തെരുവിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക വിചാരിച്ചു. നല്ല വെയിലാണ്. അപ്പം അവർ നമുക്ക് മുളകൊക്കെ ഇട്ട് തരും കേട്ടോ. പക്ഷെ മുളകൊന്നും ഇടാതെ കഴിക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ മുളകൊന്നും ഇടാതെ കഴിച്ച് അങ്ങനെ പോവുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും വാങ്ങിക്കാനുള്ളത് ദ്രവനിക്ക് റെഡ് കളർ ഡ്രസ്സാണ്. അപ്പം അത് വാങ്ങിക്കാനാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നടന്ന് വരുന്ന സമയത്ത് സൺഡേ മാള്, അവിടെ എല്ലാത്തിനും വില കുറവാണെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ സൺഡേ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ നല്ല ക്രിസ്മസിൻ്റെ എല്ലാ ഡെക്കറേഷനും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ക്രിസ്മസിൻ്റെ എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ തൊപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് സെറ്റായിട്ടാണ് അവിടെ ഉള്ളത്, ഉള്ളോട്ടേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുൽക്കൂടൊക്കെ ഒരുക്കുന്നവർക്ക് അത് കണ്ടില്ലേ, ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന വില കുറവിൽ കിട്ടും കേട്ടോ. പിന്നെ കണ്ണട 200 രൂപ, പിന്നെ ബെൽറ്റ് 150 രൂപ, 200 രൂപ, പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. കുറഞ്ഞ റേറ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞങ്ങൾ അവിടെ ഒരു തൊപ്പി കണ്ടു, പക്ഷെ അത്ര ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. നല്ല വില കുറവുണ്ട് കേട്ടോ സൺഡേ മാളിൽ. അപ്പം അങ്ങനെ കയറി നോക്കിയതാണ്. എല്ലാ സാധനവും, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോരാം. പിന്നെ കളിപ്പാട്ടത്തിൻ്റെ ഏരിയയാണ്. മക്കളിത് കണ്ടാൽ പിന്നെ വിടൂല. ഈ ഏരിയയിൽ കുറച്ച് നേരം അവർക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി വേണം പോവാൻ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. അവർക്ക് പറ്റുന്നതൊന്നുമില്ല, കാരണം കുറേ സാധനം വീട്ടിൽ തന്നെ ഉണ്ട്. എങ്ങനെ ഓരോന്ന് വാങ്ങി ഓരോ കവറിലൊക്കെ ഓരോ പെട്ടിയിലൊക്കെ അയക്കുന്നു ഇപ്പോൾ സാധനങ്ങൾ. പിന്നെ ഞങ്ങൾ ദ്രവനീൻ്റെ ഡ്രസ്സ് എടുക്കാൻ, അത് മേലെ സെക്ഷനിലാണ്. അപ്പം മേലോട്ടേക്ക് കയറി പോവാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ നമുക്ക് കാണാം. അത്രയും നല്ല വില കുറവ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും. ബെഡ്ഷീറ്റും ചവിട്ടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ലാഭത്തിനാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. ചെറിയ ചെറിയ മക്കളെ ടോപ്പുകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ടോപ്പുകളാട്ടോ. പിന്നെ റെഡ് ഉടുപ്പ് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല ഇവിടെ തൂക്കിയിട്ടത്. അപ്പം ഞങ്ങൾ ആ ചേച്ചിയോട് പറഞ്ഞു കുറച്ച് നല്ല ഭംഗിയുള്ളത് എടുക്കണേ, ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡിസ്പ്ലേക്ക് ഇട്ടത് മാത്രമല്ല, ഉള്ളിൽ വേറെ ഉണ്ട്, എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദ്രവനിക്ക് ഓരോ ചെറിയ ചെറിയ ടോപ്പുകൾ എടുത്ത് നോക്കുകയാണ് അവൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞങ്ങൾ റെഡ് ഡ്രസ്സ് മാത്രം വാങ്ങിക്കാനാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നോക്കുകയാണ്. അപ്പം ചേച്ചി ഒരു ഡ്രസ്സ് എടുത്ത് തന്ന്. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പം 420 രൂപയാണ് അവളെ ഉടുപ്പിനായത്. അത്യാവശ്യം തെറ്റില്ലാത്ത ഉടുപ്പായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ആ ഒരു പൈസക്ക് ആ ഒരു ഡ്രസ്സ് നന്നായിട്ട് തോന്നി. അപ്പം നല്ല നല്ല ടോപ്പുകളുണ്ട് കേട്ടോ. അടിപൊളി ടോപ്പുകളുണ്ട്. ക്രോപ്പ് ടോപ്പ് ആയാലും മക്കളെ. പിന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പം തന്നെ ചെരുപ്പിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇതിന് 169 രൂപേൻ്റെ ചെരുപ്പാണ്. അപ്പം നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പിന്നെ ഏട്ടനുണ്ട്, അതുകൊണ്ട് പിന്നെ ഏട്ടനത് വാങ്ങിച്ചില്ല. പിന്നെ എല്ലാ ചെരുപ്പിനും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലിട്ട റേറ്റ് അല്ല, നല്ല ഡിസ്കൗണ്ട് ആയിട്ട് തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. കുറേ തിരക്കാട്ടോ, കുറേ ആളുകളുണ്ട്. പിന്നെ ദ്രവനിക്ക് ഈ ഒരു ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് പിങ്ക് ഇല്ലാത്തതിനെ കൊണ്ട് മോളെടുത്തില്ല. പിന്നെ അവൾ ഹെയർ ആക്സസറീസിൻ്റെ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങൾ വാങ്ങിക്കാം. അവൾക്ക് ഏറ്റവും വാങ്ങിച്ചാലും തികയാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഹെയറിൽ കൊടുക്കുന്ന ഓരോരോ ക്ലിപ്പുകളാണ്. അത് ഒന്ന് ഇന്ന് കുടിക്കുക, ഒന്ന് നാളെ കാണൂല, അങ്ങനെയാണ് അവളെ കാര്യം. അപ്പം ഇത് ഒരുപാട് വേണം. ഇതിനൊക്കെ ഒന്നിന് 5 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ സെലക്ട് ചെയ്യാണ്. അപ്പം മോൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കൂടി അങ്ങോട്ട് വാരി എടുത്താൽ പോരെ. അവൻ വാരി ഇടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഓരോന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം, 5 രൂപയാണ് ഒന്നിന് എന്ന് പറഞ്ഞു. പിന്നെ ഒരു വെള്ള ക്ലിപ്പ് ഉണ്ട് കേട്ടോ,
അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനത്തെ 2 എടുത്തു. പിന്നെ ഇതിപ്പോഴത്തെ മോഡലാണെന്ന് തോന്നുന്നു, വലിയുന്ന സൈസ്. എനിക്ക് മുടി ഉണ്ട് കെട്ടാൻ, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. എനിക്കത്ര വലിയ സുഖം തോന്നിയില്ല, അതുകൊണ്ട് അതവിടെ തന്നെ വെച്ച്. ഒന്നിന് 30 രൂപ കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളതിന്. പിന്നെ ഈ ഒരു മുടിക്കുടുക്കി എടുത്തു. പിന്നെ ഞങ്ങൾ കമ്മലിൻ്റെ സെക്ഷനിലേക്കൊക്കെ ഒന്ന് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല, കാണുമ്പോൾ ഒരു രസം അല്ലേ, പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അറിയുന്നവരൊക്കെ ഒന്ന് വന്ന് വാങ്ങിച്ചോട്ട്. നല്ല റേറ്റ് കുറവാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് തന്നെ. പിന്നെ കുറച്ച് ബണ്ണൊക്കെ എടുത്തു. അവൾക്ക് ഇല്ലാത്ത മോഡൽ ബണ്ണൊക്കെ എടുത്തു. റെഡ് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവൾക്ക് ക്രിസ്മസ് പരിപാടി സ്കൂളിൽ വരുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട്. പിന്നെ ക്യൂടെക്സും വളകളൊക്കെ ഉണ്ട്. അപ്പം ക്യൂടെക്സിൻ്റെ ഇതൊക്കെ കുറേ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷനിലേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാം അങ്ങനെ എടുക്കുന്നത്. നല്ല നല്ല നെക്ലേസും ഹെയർ ബോസും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല റേറ്റ് കുറവിന് തന്നെയാണ്. അപ്പം വരുന്നവർ 1-2 സാധനം വാങ്ങിക്കാനല്ലാതെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പൈസ കരുതി വരിക. നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം. നമുക്ക് ഉപയോഗിക്കാനായാലും ഈ മക്കളെ മുടുക്കി കൊടുക്കുന്ന കാര്യത്തിലാണ് മെയിനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരിക. അപ്പം അതൊക്കെ കുറച്ച് റേറ്റ് കുറവിൽ കിട്ടുമ്പോൾ നമുക്ക് അത് വാങ്ങിച്ച് വെക്കാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ആരെങ്കിലും വരികയാണെങ്കിൽ കോഴിക്കോട് വരുന്നുണ്ട് സൺഡേ മാളിലേക്ക് വരിക. പിന്നെ അവർ പിന്നെയും കളിപ്പാട്ട സെക്ഷനിലേക്ക് തന്നെയാണ് പോയത്. എന്ത് പറയാനാ, വീട്ടിൽ കുറേ ഉണ്ട്. ഇതിപ്പോൾ ഒരു ചാക്കിലും എന്താ പറയുക ബാഗിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ള കളിപ്പാട്ടങ്ങൾ. അപ്പം ഓരോന്നോരോന്ന് വാങ്ങിക്കൂട്ട് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ എല്ലാം നോക്കും പക്ഷെ വാങ്ങൂല. എല്ലാവർക്കും വേണം പിന്നെ വേണ്ട, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ തൊപ്പീൻ്റെ സെക്ഷനിൽ നോക്കി. പക്ഷേ ഒരു തൊപ്പിക്ക് 40 രൂപയാണ് വരുന്നത്. ചെറിയ തൊപ്പിയാണ്, പക്ഷെ എനിക്കത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അവർ സൺഡേ മാളിൻ്റെ മുന്നിൽ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ രീതിയിലാണ് അവരെ വിലയും, എല്ലാ സാധനങ്ങളുടെ വിലയും നല്ല കുറവാണ്. പിന്നെ ഇത് ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പം അവിടെ വെറുതെ ഒന്ന് കയറിയാണ്. പിന്നെ ഞങ്ങൾ വന്നുകൊണ്ട് നിൽക്കുമ്പം തൊപ്പികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. അവർ ഹിന്ദിക്കാരാണ് വിൽക്കുന്നത്. അപ്പം അവർ ഒരു തൊപ്പിക്ക് ഞങ്ങൾ വാങ്ങിച്ച തൊപ്പി ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയാട്ടോ. അപ്പോൾ അതൊരു തൊപ്പിക്ക് 120 രൂപ പറഞ്ഞു. ഞങ്ങൾ 3 എണ്ണത്തിന് 150 രൂപ പറഞ്ഞു. അങ്ങനെ അവർ ആ 3 എണ്ണത്തിന് 150 കുറേ ആദ്യമൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ തന്നു. പിന്നെ അത് ആ കണ്ണാടിക്കൽ ചന്ത തുടങ്ങാനായി. കണ്ണാടിക്കൽ ചന്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഉത്സവമായിട്ട് നടത്തുന്നതാണ്, എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നൊരു ചന്തയാണ്. അപ്പം ഒക്കെ അവർ ഓരോന്ന് സെറ്റ് ചെയ്യാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്നോളൂ, അടിച്ചു പൊളിക്കാം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു. അപ്പം ബസാർ എത്തുന്നതിന് മുന്നേ ഒരു കുഴിമന്തിക്കട ഉണ്ട്, മജ്ലിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ ഞങ്ങൾ കയറി. എപ്പോഴും ഒന്നും കുഴിമന്തി മേടിച്ച് കൊടുക്കാറില്ല കേട്ടോ അവർക്ക്. എപ്പോഴെങ്കിലും മേടിച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്നും കുറച്ചുകൂടി മുന്നോട്ടൊരു കട ഉണ്ട്, അവിടെ നിന്നൊക്കെയാണ് മേടിച്ച് കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിക്കാറ് വാങ്ങിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു കുഴിമന്തി കടയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ സാധനത്തിന്, അടിപൊളി ടേസ്റ്റാണ്. മക്കളിങ്ങനെ ഓടി കളിക്കുകയാണ് പറഞ്ഞത് കേൾക്കാതെ. അവർക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാട്ടോ മക്കൾക്ക്. പക്ഷേ എനിക്ക് കുഴിമന്തിനോട് അത്ര വലിയ താല്പര്യമില്ല. എനിക്കെന്നും താല്പര്യം ബിരിയാണീനോടാണ്. അച്ഛനും മക്കൾക്കും പിന്നെ കുഴിമന്തി കണ്ടാൽ പിന്നെ അത് മതി. ഞാൻ പിന്നെ അവിടെ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ബിരിയാണി ഉണ്ടോ ഏട്ടാ? അവിടെ ബിരിയാണി ഉണ്ടാവില്ല, കുഴിമന്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കുഴപ്പമില്ല, എല്ലാം കഴിക്കും, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടം ബിരിയാണിയാണ് എളുപ്പം. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മന്തി ഫാൻസാണ്. വികൃതിയാണ് പിന്നെ മെയിൻ. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൊണ്ടേയിരിക്കും. കൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾസ് കൊണ്ടുവച്ചപ്പം അതെടുത്ത് കഴിക്കുകയാണ് 3 ആളും.
നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് 3:15 ആ സമയമായിട്ടുണ്ട്. അപ്പം അവർക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ബാക്കിയെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്യാണ്, വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കാത്തിരുന്ന സംഭവം എത്തി. അപ്പോഴേക്കും വേഗടൂ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ ചോദിക്കണത് നമുക്ക് തികയോ ഇനിയും വാങ്ങിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഫുഡ്. അപ്പോൾ ഞാനങ്ങനെ സമ്മതിക്കുള്ളൂ കേട്ടോ. അത്യാവശ്യത്തിന് മാത്രം വാങ്ങിയിട്ട് പിന്നെ വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.